ശക്തമായ നിലപാട് തന്നെയാണ് ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് രാജ്ഭവന് അകത്ത് തന്നെ എത്തിയ പരിപാടിയിൽ വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ വിമർശനവും അറിയിച്ച് ഗവർണർക്ക് മുമ്പിൽ തന്നെ അറിയിച്ചാണ് വി ശിവൻകുട്ടി ആ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, കുറച്ച് ദിവസമായി ഈ ഭാരതാംബ ചിത്രം രാജ്ഭവനിൽ വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, അത് മാറ്റില്ല, തുടർച്ചയായ പരിപാടികൾ, സർക്കാർ പരിപാടി തന്നെ ഇത്തരത്തിൽ ആ ചിത്രം അവിടെ വെക്കണമെന്ന നിർബന്ധം ആണ് ഗവർണർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ അവിടെ എത്തുകയും അതിലുള്ള വിമർശനം അറിയിച്ച് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അല്ല, ഇന്നിപ്പോൾ അവിടെ ഗവൺമെൻറ് പ്രോഗ്രാമാണ് അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കേരള സ്റ്റേറ്റ് ഫാർ ദി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രസിഡന്റ് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിൻ്റെ രക്ഷാധികാരി മാത്രമേ ആവുന്നുള്ളൂ ഈ ഗവർണർ എന്ന് പറയുന്ന. അതിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരു അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ പിന്നെ 2 ആഴ്ച മുമ്പ് രാജ്ഭവൻ്റെ ഓഫീസിൽ നിന്ന് ഈ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് രാജ്യ പുരസ്കാര അവാർഡൊക്കെ കൊടുക്കണ്ടേ കുട്ടികൾക്ക്? ഗവർണറുടെ ഒപ്പിടണ്ടേ? യഥാർത്ഥത്തിൽ ഇത് സംഘടിപ്പിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ടാണ്. കാരണം നമ്മുടെ കുട്ടികൾ അവാർഡ് കൊടുക്കുന്ന നമ്മൾ അതിൻ്റെ പിന്നെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാൻ, സെക്രട്ടറി കൊടുത്ത ഉദ്യോഗസ്ഥൻ, ഗവർണർ ഒരു സാധാരണഗതിയിൽ ഒരു ഐശ്വര്യത്തിന് വേണ്ടി ഒരാളുടെ പേര് വയ്ക്കുമല്ലോ, അത്ര സ്ഥാനമേ ഉള്ളതിൽ. നമ്മുടെ ഈ വലിയ കമ്മിറ്റിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റാത്ത ഈ കമ്മിറ്റിക്ക് എടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ രക്ഷാധികാരികളായിട്ട് വയ്ക്കുമല്ലോ. ഒരു പണിയും ചെയ്യാത്തവരായിരിക്കും ചിലപ്പോൾ രക്ഷാധികാരിയായിട്ട് ചിലപ്പോൾ വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അതേപോലെ ഒരു രക്ഷാധികാരി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇന്നത്തെ ഡേറ്റ് നിശ്ചയിച്ചത്. 11 മണിക്ക് നിശ്ചയിച്ചു. ഞാൻ അവിടെ വിളിച്ചറിയിച്ചു, ഞാൻ 10 മിനിറ്റ് താമസിക്കുമെന്ന് പറഞ്ഞു. പിന്നെ 20 മിനിറ്റ് താമസിച്ചെത്തുമെന്ന് പറഞ്ഞു. കാര്യം മുഖ്യമന്ത്രിയുടെ വേറൊരു ഫംഗ്ഷൻ്റെ അധ്യക്ഷനായിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ ഉള്ള സ്ഥിതി വെച്ചെന്ന് വെച്ചാൽ ഒരു പടം, ഒരു വനിത പിന്നെ RSSൻ്റെ കൊടിയും പിടിച്ച് വെക്കുന്ന ഒരു പടം, ആ പടത്തിന് മുമ്പ് ഒരു വിളക്ക്, ആ വിളക്ക് മുഴുവൻ കത്തിച്ചിട്ട് ഒരു പൂവിട്ട് തൊഴുതുകൊണ്ട് ഗവർണർ അവിടെ നിൽക്കുന്നത് ആ സമയത്താണ് ഞാൻ കയറി അങ്ങ് ചെല്ലുന്നത്. ഞാൻ കസേരയിരുന്നു, അദ്ദേഹത്തിനെ കണ്ടപ്പോൾ കസേരയിരുന്നു. അദ്ദേഹം തിരിഞ്ഞ് കഴിച്ചു വന്നപ്പോൾ എണീറ്റ് തൊഴുത്. എന്നിട്ട് രണ്ടുപേരും ഇരിക്കുകയായിരുന്നു. മറ്റേ ഈ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. അതിനുശേഷം അധ്യക്ഷ പ്രസംഗത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ കുട്ടികളെയെല്ലാം അഭിവാദ്യം ചെയ്ത് സന്തോഷിപ്പിച്ച്, എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ഗവർണർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഇതിനെ പറഞ്ഞു. ഇതൊരു ഔദ്യോഗിക ഫംഗ്ഷനാണ്, RSSൻ്റെ ശാഖയല്ല ഇത് പിന്നെ നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ തന്നെ പടം വെച്ചോ, ആർക്കും എതിരില്ല. ഈ RSSകാരൻ്റെ പടം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ പ്രതിഷേധിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു ഭരണഘടനയിൽ വിശ്വസിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഇപ്പോൾ അതേ അഭിപ്രായമാണ് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഒരു പത്രക്കുറിപ്പായി പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, രാജ്ഭവനെ അപമാനിച്ചു, ഗവർണറെ അപമാനിച്ചു എന്നുള്ളതൊക്കെയാണ്. കടുത്ത അതൃപ്തിയാണ് ഇതിൽ ഗവർണർ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവർണർ ചെയ്തിരിക്കുന്നതാണ് സത്യപ്രതിജ്ഞ ലംഘനം എന്ന് പറയുന്നത്. ഞാൻ അവിടെ ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു പ്രവർത്തനം കണ്ടപ്പോൾ എൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ നടന്നാൽ അത് മോശമാണെന്നുള്ള കരുതിയാണ് ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം രാജ്ഭവൻ പോലുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനത്തിൽ RSSൻ്റെ ശാഖയിൽ ഉള്ള നടപടിക്രമങ്ങൾ പോലുള്ള നടപടിക്രമങ്ങൾ കണ്ടപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധമാവും, പ്രോട്ടോകോൾ വിരുദ്ധമാകും എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഗവർണറാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഗവർണർക്ക്
ഏത് ഭരണഘടനയുടെ ഏത് പേജിലാണ് പറയുന്നത് കാവിക്കൊടി പിടിച്ച ഒരു വനിതയെ ഫോട്ടോ ഇതുണ്ടാക്കി അതിൽ പുഷ്പമിടണമെന്ന് പറയുന്നത് ഏത് ഭരണഘടനയിലാണ് പറയുന്നത്? ഏത് പ്രോട്ടോകോൾ ബുക്കിലാണ് പറയുന്നത്? അപ്പോൾ ഇതാരാ ഇത് ലംഘിച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട, അതൊന്നും വരെ പോകില്ല. ഈ കഴിഞ്ഞ തവണ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായപ്പോൾ കണ്ടതാണ്, ഈ കെ എൻ ബാലഗോപാലിന്റെ അടുത്ത് തന്റെ പ്രീതി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന് കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും എന്നുള്ളതാണ് രാജ്ഭവനിൽ നിന്ന് ഇപ്പോൾ വരുന്ന വിവരം. അതിനുള്ള അധികാര അവകാശം അവർക്കുണ്ടല്ലോ കത്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള. കത്ത് കൊടുത്താലും ഈ RSSന്റെ കൊടിയോടെ പാർപ്പിച്ച കാര്യമില്ല പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ലല്ലോ. ഞാനവിടെ ജനഗണമന പാടിക്കൊണ്ടിരുന്നപ്പോൾ എണീറ്റ് പോയില്ല, ജനഗണമന പാടിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ നിഷേധിച്ചില്ല. ഞാനവിടെ വന്നപ്പോൾ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ കാണുന്നത്. ഈ RSSകാരൻ്റെ കൊടിയിൽ അവിടെ എനിക്കിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇരിക്കുന്ന പ്രശ്നമില്ല. അതിന് ഗവർണറല്ല, ഇനി വേറെ ആരായിരുന്നാലും അത് ഇരിക്കുന്ന പ്രശ്നമല്ല. ഗവർണർ അതൊന്നും പറഞ്ഞ് പേടിപ്പെടുത്തൊന്നും വേണ്ട, ഗവർണറുടെ മര്യാദയ്ക്ക് എടുത്ത് മാറ്റിട്ട് അവിടെ നിന്ന്. എന്തായാലും ഇനിയും തുടർച്ചയായ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ ഇതുപോലെ തന്നെ ശക്തമായി എതിർക്കാൻ തന്നെയാണോ സർക്കാരിന്റെ തീരുമാനം? ഒരു ഗവൺമെന്റിന് അധികാരമുണ്ട്, ഗവൺമെന്റിനുള്ള രീതിയുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന് ആ രീതിയുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന് ആ രീതിയുണ്ട്, ഗവർണർക്ക് ഗവർണറുടേതായ ചില അധികാരങ്ങളുണ്ട്. ഗവർണർ BJPയുടെ വാലാവാനും RSSന്റെ പ്രവർത്തകനാവാനല്ല ഗവർണർ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. രാജ്യം ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഒരിടത്തും പറയുന്നില്ല ഗവർണർമാർ ഓരോ സംസ്ഥാനത്തും ചെന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നും അവിടെ RSSന്റെ ശാഖ തുറക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. അത്തരം കാര്യങ്ങൾ തുറന്നു വന്നു കഴിഞ്ഞാൽ ശക്തമായി എതിർക്കും, അതിന് തർക്കമൊന്നും വേണ്ട. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് താനല്ല ഭരണഘടനാ ലംഘനം നടത്തുന്നത്, ഗവർണറാണ് ഭരണഘടനാ ലംഘനം നടത്തുന്നത്. ഇന്ത്യൻ പതാക വെക്കേണ്ടിടത്ത് RSSന്റെ പതാക വെച്ചാൽ ഇനിയും ശക്തമായ തരത്തിലുള്ള പ്രതിഷേധവും പ്രതികരണവും ഉയർത്തും എന്നുള്ളതാണ് നിലവിൽ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കുന്നത്. സനോഷ് സൈക്കൊപ്പം വിജിൻ വായാന്തോൺ, മീഡിയ 1.